ഇന്നലെ നയനം എന്ന പേരിൽ കുന്നംകുളം സ്വദേശി ഗോകുൽ കൃഷ്ണയും സംഘവും നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പണം നഷ്ടമായ ചിലരൊക്കെ ആ പോസ്റ്റിന് കീഴിൽ അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അവർ ഓരോരുത്തരും പറയുന്നതനുസരിച്ച് നോക്കിയാൽ വളരെ ഭീമമായ ഒരു വലിയ തുക തന്നെ ഇയാൾ നിരവധി ആളുകളിൽ നിന്നായി കൈപ്പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ പണമെല്ലാം ഗോകുൽ കൃഷ്ണ ഹോങ്കോങ്ങിലേക്ക് എത്തിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. പിന്നീട് ഈ പണം തിരികെ ഇവരുടെ വാലറ്റുകളിലേക്ക് എത്തിയിട്ടുമില്ല. കമ്പനിയുടെ ആപ്പ് തന്നെ പ്രവർത്തനം നിലച്ച അവസ്ഥയിലായിരുന്നു. ഇവർ പറയുന്ന ന്യൂയോർക്കിലെ ഗോൾഡ്സ്മാൻ സാച്ചസ് എക്സിക്യൂട്ടീവുകളും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ AI ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഒക്കെ ചേർന്നായിരുന്നു ഈ സ്ഥാപനം തുടങ്ങിയത് എന്നാണ്. അതേപോലെ ഏതാണ്ട് $2.5 ട്രില്യൺ ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഈ M9 എന്നത് 9 മൈൻസ് എന്നതിന്റെ ചുരുക്കപ്പേരാണെന്നും അവർ പറയുന്നു. ആഗോള അടിസ്ഥാനത്തിൽ ഇത് ഹോങ്കോങ്ങിലാണ് പ്രവർത്തനം തുടങ്ങുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിന്റെ വേരുകൾ തേടിപ്പോകുമ്പോൾ അത് ചെന്നെത്തുന്നത് ചൈനയിലെ ഒരു തട്ടിപ്പ് സ്ഥാപനത്തിലേക്കാണ്. ഹോങ്കോങ്ങിലെ സാമ്പത്തിക അധികൃതർ ഇതിനോടകം തന്നെ ഇതിനെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ഇതൊരു പോൺസി സ്കീം ആണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രവർത്തിക്കാൻ യാതൊരു വിധത്തിലുള്ള ലൈസൻസും ഇല്ലെന്നും അധികൃതർ പറയുന്നു. കഴിഞ്ഞ ഡിസംബർ 9 മുതൽ ഈ സ്ഥാപനത്തെ അവർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ തട്ടിപ്പ് നടത്തിയവരിൽ പ്രധാനിയായ ഗോകുൽ കൃഷ്ണ ആളുകളെ വിളിച്ചുകൂട്ടി പല മീറ്റിംഗുകളും നടത്തി ഒരിക്കലും നടക്കാത്ത പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു. ഒരു കൊല്ലം കൊണ്ട് കിട്ടുന്ന ഫോറക്സ് നമുക്ക് 6 മാസം കൊണ്ട് തുടർച്ചയായിട്ട് ക്യാഷ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ഫാസ്റ്റ് ക്വാളിറ്റി എത്ര പെട്ടെന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ P2P സ്റ്റോറി ടൈം ചെയ്യുക. ഇത്തരം ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുന്നത് അവർക്ക് ബെറ്റർ P2P സ്റ്റോറി പിന്നീട് ചൈനീസ് ഹോങ്കോങ് ടീമുകളുടെ കൂടെ ഒരു സൈനിങ് സെറിമണിയിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നതും കാണാം. വലിയ രീതിയിൽ ഗോകുൽ കൃഷ്ണ പണം വിദേശത്തേക്ക് കടത്തിയതുകൊണ്ട് പെമ ചട്ടങ്ങൾ ലംഘിച്ചോ എന്നത് സംബന്ധിച്ച് EDയുടെ അന്വേഷണം ആണ് നടക്കേണ്ടത്. ഇയാളുടെ തട്ടിപ്പിൽപ്പെട്ട് പണം നഷ്ടമായവരുടെ പോലീസിൽ പരാതി നൽകുകയാണ് വേണ്ടത്. കൂടാതെ ദേശീയ അന്വേഷണ ഏജൻസികൾക്കും പരാതി അയക്കുക. കാരണം ഇത് ഈ ഒരു US ഡോളർ ട്രേഡിംഗ് കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു തട്ടിപ്പല്ല. പണം നഷ്ടമായവരെ സഹായിക്കാമെന്നും നഷ്ടമായതിനേക്കാൾ ഏറെ സമ്പാദിക്കാമെന്നും പറഞ്ഞ് ഈ ഗോകുൽ കൃഷ്ണയോ അവരുടെ ആളുകളോ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. തീർച്ചയായും അത് മറ്റൊരു പേരുള്ള കമ്പനി ആയിരിക്കും. ഡോളർ ട്രേഡിങ്ങിന് പകരം മറ്റുള്ള എന്തെങ്കിലും ക്രിപ്റ്റോ കോയിനോ അല്ലെങ്കിൽ സമാനമായ മണി ചെയിനോ ആയിരിക്കും ഇവർ കൊണ്ടുവരുന്നത്. അധ്വാനിച്ച് പണം സമ്പാദിക്കുക എന്നത് ഇവരുടെ രീതിയല്ല. ഒറ്റ ക്ലിക്കിൽ പണം ഇരട്ടിക്കും. നിങ്ങൾ വീണ്ടും ആളെ ഈ സ്കീമിലേക്ക് ചേർത്താൽ 10 ഇരട്ടിയായി ലാഭം വർദ്ധിക്കുമെന്നുള്ള പതിവ് ശൈലി തന്നെയാണ് ഇവർ പിന്തുടരുന്നത്. നമ്മുടെ നാട്ടിൽ പലരും സാമ്പത്തിക സാക്ഷരത കൈവരിക്കാത്തത് കൊണ്ടാണ് ഇവരൊക്കെ വീണ്ടും വീണ്ടും പല പേരിൽ നമ്മുടെ മുന്നിൽ വരുന്നത്. ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ ഇവർക്ക് യാതൊരു നാണക്കേടും ഉണ്ടാകില്ല. കാരണം എന്തെങ്കിലും പൊട്ടും എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ മണി ചെയിൻ നടത്തുന്നത്. നിങ്ങളെ ഇതിലേക്ക് ചേർക്കാൻ വരുന്ന നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള കഴിവുള്ള ഈ സാറുമാരോട് ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ ഈ ബിസിനസ് വഴി കോടീശ്വരനായി പിന്നെ എന്തിനാണ് നാടുതോറും അലഞ്ഞു തിരിഞ്ഞ് ആളുകളെ ചേർക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുക. കൂടുതൽ ആളുകൾ പണം മുടക്കി ചേരുമ്പോൾ ചേർക്കുന്നവർക്ക് കൂടുതൽ പണം കിട്ടുന്നതാണ് മണി ചെയിൻ പരിപാടി. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതേപോലുള്ള ഗോകുൽ കൃഷ്ണമാർ ഇനിയും നമ്മുടെ നാട്ടിൽ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. ഇവരുടെ സുഖിപ്പിക്കുന്ന വാക്കുകളിൽ, വാഗ്ദാനങ്ങളിൽ, പുഞ്ചിരികളിൽ ഒക്കെ വീണ് ധാരാളം ആളുകളുടെ പണവും സമയവും നഷ്ടമായിട്ടുണ്ട്. പെട്ടെന്ന് കോടീശ്വരൻ ആകാനുള്ള എളുപ്പവഴികൾ ലോകത്ത് ഇന്നേ വരെ ആരും കണ്ടുപിടിച്ചിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും ധനികരാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ക്രൈം ഉണ്ടാകും. ഈ കോട്ടിട്ട് വരുന്ന സാറുമാർ പണക്കാരായത് അല്ലെങ്കിൽ അങ്ങനെ ആയെന്ന് നിങ്ങളോട് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ക്രൈം ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ ആ സ്കീമിൽ ചേരുമ്പോൾ അവരെ പോലെ തന്നെ ആ ക്രൈമിൽ പങ്കാളികളായി മാറുകയാണ് നിങ്ങളും.